നമസ്കാരം. പൊതു തിരഞ്ഞെടുപ്പ് ഏഴാമത്തെയും അവസാനത്തേതുമായ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ജൂൺ 1 8 സംസ്ഥാനങ്ങളിലെ 57 മണ്ഡലങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. UP 13, ബീഹാർ 8, ഹിമാചൽ പ്രദേശ് 4, പഞ്ചാബ് 13, ഒഡീഷ 6, വെസ്റ്റ് ബംഗാൾ 9, ജാർഖണ്ഡ് 3, ചണ്ഡീഗഡിലെ ഏക സീറ്റ് എന്നിവിടങ്ങളിലേക്കായിരിക്കും തിരഞ്ഞെടുപ്പ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാരണാസി മണ്ഡലവും ഇതിൽ ഉൾപ്പെടുന്നു. ഗോരഖ്പൂരിൽ നിന്നും നടൻ കൂടിയായ രവികിഷൻ, മാണ്ഡിയിൽ നിന്നും നടി കങ്കണ റാവത്ത്, ഹിമാചൽ പ്രദേശ് ഹമീർപൂരിൽ നിന്നും അനുരാഗ് ഠാക്കൂർ, പാടലിപുത്രത്തിൽ നിന്നും ലാലു പ്രസാദ് യാദവിന്റെ മൂത്ത മകൾ മിസ ഭാരതി, വെസ്റ്റ് ബംഗാൾ ഡയമണ്ട് ഹാർബറിൽ നിന്നും മമതാ ബാനർജിയുടെ മരുമകൻ അഭിഷേക് ബാനർജി തുടങ്ങിയ പ്രമുഖർ മത്സരിക്കുന്നു. 2014-ലും 19-ലും പാർട്ടിക്കും മുന്നണിക്കും സമ്പൂർണ്ണ ഭൂരിപക്ഷം ലഭിച്ച BJPയും NDAയും മൂന്നാം വട്ടത്തിനൊരുങ്ങുമ്പോൾ അത് രാജ്യത്തിന്റെ ചരിത്രത്തിൽ പുതിയ അനുഭവമാകും. 2014-ൽ മോദി സർക്കാർ അധികാരത്തിലേക്ക് എത്തുമ്പോൾ ഉണ്ടായിരുന്ന 2.2 ട്രില്യണിൽ നിന്നും 5 ട്രില്യൺ സാമ്പത്തിക വളർച്ച ലക്ഷ്യമിടുന്ന രാജ്യത്തിനെ മുന്നോട്ട് നയിക്കാൻ ശക്തമായ ഭരണ സംവിധാനം ആവശ്യമാണ്. കൂട്ടുകെട്ടുകൾ കൂട്ടിക്കെട്ടിയത് മാത്രമാകുമ്പോൾ ഭരിക്കാനും നയിക്കാനും അറിയാത്തവർ രാജ്യത്തിന്റെ തന്ത്രങ്ങളും നയതന്ത്രങ്ങളും നിയന്ത്രിക്കുവാൻ നിയോഗിക്കപ്പെടും. റെയിൽവേ, റോഡ്, വിമാന സർവീസുകൾ, പാലങ്ങൾ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങളും രാജ്യത്തിന് ഏറ്റവും പ്രധാനമായ നയതന്ത്ര ബന്ധങ്ങൾ, സാമ്പത്തിക വളർച്ച തുടങ്ങിയ കാര്യങ്ങളും ആഭ്യന്തരപരമായ പല വിഷയങ്ങളും അതീവ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ദിനങ്ങളാണ് വരുന്നത്. ഭീകരവാദത്തിനെതിരെ രാജ്യത്തിനകത്തും പുറത്തും ശക്തമായ നിലപാടുകൾ എടുക്കുന്ന രീതിയിൽ നിന്നും മാറി മതത്തിന്റെ പേരിൽ ഭീകരതയെപ്പോലും വിമർശിക്കുവാൻ മടി കാണിക്കുന്ന നയതന്ത്രത്തിലേക്ക് രാജ്യം മടങ്ങിപ്പോയില്ലെന്ന് പ്രത്യാശിക്കാം. 2024 ജൂൺ 4 ഭാരതം എന്ന രാജ്യത്തിനു മാത്രമല്ല ലോകത്തിനും വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. ബ്രിട്ടനിലും ഫ്രാൻസിലും മറ്റ് വിവിധ യൂറോപ്യൻ രാജ്യങ്ങളിലും നടക്കുന്ന കുടിയേറ്റക്കാരുടെ മതഭ്രാന്തും ലക്ഷ്യങ്ങളും വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് അതിനെതിരെ ശക്തമായ നിലപാടെടുക്കാൻ കരുത്തുറ്റ നേതൃനിരയുള്ള ഭാരതത്തിന് മാത്രമേ കഴിയൂ എന്ന യാഥാർത്ഥ്യം മുന്നിൽ നിർത്തിക്കൊണ്ടും ഈ ദിവസം ലക്ഷ്യബോധമുള്ള പാർട്ടിയും മുന്നണിയും വിജയിക്കേണ്ടത് രാജ്യത്തിന്റെ മാത്രമല്ല ലോകത്തിന്റെ കൂടി ആവശ്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നു. ജയ് ഹിന്ദ്.